ഹലോ, വെൽക്കം ബാക്ക് ടു അനീക്കാസ് കിച്ചൻ. ഇതെന്താണ് മനസ്സിലായ? ഇതാണ് ചിക്കൻ ചോറ്. അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് സവാള, തക്കാളി, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് വെക്കണം. സവാളയും തക്കാളിയും കട്ട് ചെയ്തും വെക്കാം. ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കൊരു റെഡിയാക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പിച്ചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പം ഉള്ളത് എൻ്റെ വീട്ടിലല്ല കേട്ടാ, എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. ഉമ്മയുടെ വീട് ഷിഫ്റ്റ് ചെയ്യണേന്ന്. അപ്പം അതുകൊണ്ടിട്ട് അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് എൻ്റെ മോൻ്റെ കൂട്ടുകാരന്മാരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോൻ്റെ കൂട്ടുകാരന്മാർ മാത്രമല്ല കേട്ടോ, ഇപ്പം അനിയത്തിയുടെ ചെറിയ പിള്ളേരാണ്, അവരും വന്നിട്ടുണ്ട് സാധനങ്ങൾ പെറുക്കാനായിട്ട്. അപ്പം അവർക്ക് കഴിക്കാനും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 2 കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇവയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും ഇട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലപോലെ ആ പച്ചമണമൊക്കെ മാറണമല്ലോ. അതൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി, വലുതായതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. അപ്പം അത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഇത് ഉള്ളിയൊക്കെ ചതച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഇത് ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഇപ്പം തൽക്കാലം ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഈ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ചും കൂടെ വേകാനുള്ള, അതായത് ഇത് മുഴുവനായിട്ട് വേവിക്കുന്നില്ല, പകുതി വേവിക്കുന്നുള്ളൂ. കാരണം ബാക്കി പകുതി ചോറിൽ കിടന്നിട്ടാണ് ഇത് വേകുന്നത്. അപ്പം അതുകൊണ്ടിട്ട് പകുതി വേവിച്ചിട്ട് മാറ്റി വെക്കുള്ളൂ കേട്ടോ. അപ്പം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ എല്ലാവരും നല്ല തകൃതിയായ ഒതുക്കലാണ്. ചാക്ക അങ്ങട് കെട്ടണ, ചാക്ക ഇങ്ങട് വലിക്കണ, അങ്ങനത്തെയൊക്കെ പണിയിലാണ്. അതിനിടയിൽ ഐശുവിനെ കൊണ്ടായത് ഐശു, നാദിനെ കൊണ്ടായത് നാദിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ. അപ്പം അതൊക്കെ ഇതാക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് വേവിച്ചിട്ട് ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം ഇത് മാറ്റി വെച്ച് ആ അടുപ്പിൽ തന്നെ വലിയൊരു ചെമ്പിച്ചട്ടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. അത് മാറ്റിയിട്ട് ചെമ്പിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിട്ട് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, വലിയ ജീരകം, കുരുമുളക്, പിന്നെ നമ്മുടെ കറിയാമ്പൂ, പിന്നെന്താണ് വലിയ എല്ലാം ഇട്ടിട്ടുണ്ട്. ഉള്ള എന്തൊക്കെയുണ്ട് മസാല അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇത് ചോറ് വേകാനുള്ള ഒരു കപ്പരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ വെക്കണം. ഇത് പുഴുക്കലരി ആയതുകൊണ്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ കൂട്ടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം പുഴുക്കലരിക്ക് നല്ല വേവുണ്ടല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഒരു പാത്രത്തിന് 2.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അതേസമയം നമ്മൾക്ക് അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ കഴുകി മാറ്റി വെക്കാം. ഇത് മൂടി വെച്ചിട്ട് വേണം അടുത്ത ചാക്ക് പോയി കെട്ടാനായിട്ട് എനിക്ക്. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ചിട്ടില്ല. ഇപ്പം കുറേശ്ശെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിനി അരി ഇട്ട് കൊടുക്കാം.
അരി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കുക. പിന്നെ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ചോറ് വേകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ചോറിലെ വെള്ളമൊക്കെ ഇതായിട്ടുണ്ട്. ചോറൊരു 3/4% മേളിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കാരണം നല്ലപോലെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ പൊടിഞ്ഞ് ഇതായി പോകും. ഇപ്പം പകുതി വേവായതുകൊണ്ടിട്ട് ചിക്കൻ പൊടിയേ ഒന്നും ചെയ്യൂല കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കണം. ആ ചോറും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ജോയിൻ്റ് ആയിട്ട് നമ്മുടെ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ദേ കുട്ടികളൊക്കെ വന്ന് അവർക്കാണെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് വിശന്നിട്ട് അച്ചാറൊന്നും വെക്കാൻ നേരമില്ല. അച്ചാറൊന്നും വേണ്ട, ഞങ്ങൾക്ക് ചോറ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ ഈ ചോറിന്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അച്ചാറിടാൻ പോയപ്പോൾ അച്ചാറൊന്നും വേണ്ട, ഞങ്ങൾക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് വേഗം വായി പിടിച്ച് ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.